ശുഭാനന്ദ തിരുനാമം ആത്മാക്കളിൽ നിത്യമുദിച്ചിടട്ടെ. സർവദോഷങ്ങളെയും തിരുനാമം തീർത്തു രക്ഷിച്ചിടട്ടെ. സർവദോഷങ്ങളെയും തിരുനാമം തീർത്തു രക്ഷിച്ചിടട്ടെ. ഏവർക്കും നിത്യശാന്തി ശുഭാനന്ദ നാമത്തിൽ ഭവിച്ചിടട്ടെ. നാമത്തിൻ രൂപമായ ജ്ഞാനരൂപം സദ്ഗുരുവെന്നറിക. ജ്ഞാനരൂപം സദ്ഗുരുവെന്നറിക. ജ്ഞാനം ഗ്രഹിച്ചിടുമ്പോൾ ആത്മാക്കളിൽ സദ്ഗുരുരൂപം കാണുന്നു. ജ്ഞാനം ഗ്രഹിച്ചിടുമ്പോൾ ആത്മാക്കളിൽ സദ്ഗുരുരൂപം കാണുന്നു. ആത്മാവിൻ പൂർണ്ണരൂപം ഗുരുവിൻ്റെ സൂക്ഷ്മസ്വരൂപം തന്നെ. സർവാത്മരൂപം തന്നെ സർവേശ്വരൻ. സർവാത്മരൂപം തന്നെ സർവേശ്വരൻ. ഓരോരുത്തരും വളരെ ആർത്തിയോടുകൂടി ഇവിടെ നിന്നും തരുന്ന വിഷുക്കൈകൾക്കോ അനുഗ്രഹവും ഏറ്റുവാങ്ങുവാൻ വേണ്ടി ആർത്തിയോടെ വന്നു ചേർന്നിരിക്കുന്ന നിങ്ങളെല്ലാം ഈശ്വരൻ ദർശിച്ച് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ഒരു വർഷക്കാലം കാത്തു രക്ഷിച്ച് സർവൈശ്വര്യങ്ങളും നന്മയും ദാനം ചെയ്ത ജഗദീശ്വരനോട് നമുക്ക് നന്ദിയോടെ പ്രാർത്ഥിക്കാം. വരുന്ന വർഷവും ഉപരിയായ ആനന്ദത്തിലും അനുഗ്രഹത്തിലും സർവൈശ്വര്യങ്ങളിലും ജഗദീശ്വരൻ നിലനിർത്തി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു കാലത്ത് ഒന്നുമില്ലാതിരുന്ന സമയത്ത് ഇപ്രകാരമുള്ള പുണ്യദിനങ്ങൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചിരുന്നത് നമ്മളായിരുന്നു. കാരണം നമുക്ക് ലോകം ആചരിക്കുന്നത് പോലെയോ ആഘോഷിക്കുന്നത് പോലെയോ ചെയ്യുവാൻ യാതൊരു നിർവാഹവും ഉണ്ടായിരുന്നില്ല. ഒരു നാണയമെടുത്ത് കൈനീട്ടം കൊടുക്കുവാൻ, ഒരു നേരത്തെ ആഹാരം കൊടുക്കുവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വിശേഷം വരുമ്പോൾ ഏറ്റവും ദുഃഖിക്കുന്നതായിരുന്നു നമ്മളുടെ രീതി. കാരണം ഇല്ലായ്മയുടെ നടുവിൽ നിന്നുകൊണ്ട് ദുഃഖിക്കാനല്ല മറ്റു മാർഗങ്ങൾ. അങ്ങനെ കണ്ണുനീരോടുകൂടി നെഞ്ചു നിന്ന് പ്രാർത്ഥിച്ചാണ് ഇന്ന് കാണുന്നതെല്ലാം
മാറ്റമില്ലാത്ത പരമഗുരു തിരിച്ചെഴുന്നള്ളി വന്നിരുന്നുകൊണ്ടാണ് ഇതിന്റെ സർവ്വ സൗഭാഗ്യങ്ങളെ ആത്മലോകത്തിന് അനുഭവമാകത്തക്ക വിധത്തിൽ സർവ്വ നിയമങ്ങളെയും ക്രമീകരിച്ച് ഈ വിധത്തിൽ ഐശ്വര്യത്തിൽ ആത്മബോധോദയ സംഘത്തെ വളർത്തിയത്. നമുക്ക് ആ വാഴ്ചകളെല്ലാം ഉത്രാടത്തിലെയും പുരാണത്തിലെയും മകീരത്തിലെയും എല്ലാം വാഴ്ച ഓർത്തുകൊണ്ട് നമുക്ക് നന്ദിയോടെ
കണ്ണൻ്റെ കളി കണ്ടാൽ ഉണ്ടാകുന്ന ആനന്ദം വർണ്ണിപ്പാൻ കഴിവില്ല കരുണാനിധേ. ഉന്നതനാകുന്ന ദൈവം ലോകത്തിലേക്ക്, ഈ കലിയുഗത്തിലേക്ക് തിരുവവതാരമായി വന്ന അവതാര സുദിനം ഘോഷിക്കുവാൻ ആദർശ കൊടി ഉയർത്തി ഇന്ന് 4ാം ഉത്സവ ദിനമാണ്. ഇന്ന് ഈ ഞായറാഴ്ചയും വിഷുദിനവും ഒന്നായി വന്ന ഈ ദിനത്തിൽ ഇന്ന് പ്രഭാതം മുതൽ പരസഹസ്രം ആളുകൾ വന്ന് കൈനീട്ടം വാങ്ങി കടന്നുപോയി. ഇനിയും ഇത്രയും ആളുകൾ ഈ ആശ്രമത്തിലും ഇതിൻ്റെ ഇടതുവശത്തും വലതുവശത്തും മുൻവശത്തും പിറകുവശത്തും ഓഡിറ്റോറിയത്തിലും എല്ലാം നിറഞ്ഞ് ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നു. എല്ലാവരെയും ഈ നിയമം പാലിച്ചുകൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ജഗദീശ്വരൻ ആനന്ദിപ്പിക്കുവാനാണ്. നിങ്ങളിലേക്ക് പകർന്നു തന്ന വിഷുക്കായി നീട്ടം ഒരു വർഷകാലത്തെ നിങ്ങളുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനുമായി ഈശ്വരൻ അനുഗ്രഹിച്ച് നിങ്ങളിൽ നിലനിർത്തുവാനാകട്ടെ. വരാൻ നിർവാഹമില്ലാതെ ഭവനങ്ങളിൽ ഇരുന്ന് വിഷമിക്കുന്ന അനേകങ്ങളുണ്ട്. സ്വാഭാവികമായും അങ്ങനെയാണ്. അവരെയും ഈശ്വരൻ ദർശിച്ച് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ ജന്മനക്ഷത്ര സ്തുതിക്ക് വേണ്ടി കുറച്ച് ശാഖക്കാരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവരും ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. കഴിഞ്ഞ 2-3 ദിനങ്ങളായി ജന്മനക്ഷത്ര സ്തുതി ആരംഭം കുറിക്കുവാൻ വേണ്ടി പ്രദക്ഷിണം കഴിഞ്ഞ ആശ്രമത്തിൽ പ്രവേശിക്കുമ്പോൾ ഓരോ ശാഖക്കാരുടെയും പേര് വിളിച്ച് കൈകൾ ഉയർത്തിപ്പിച്ചാണ് സ്തുതി ആരംഭിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അങ്ങനെ ചെയ്യാൻ നിർവാഹമില്ല. കാരണം പല ആളുകളും പല സ്ഥലത്തായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ എല്ലാവരെയും ശരീരപ്രകാരം കാണാൻ കഴിയില്ല. അപ്പം അത് നിങ്ങൾക്ക് തമ്മിലും കാണാൻ കഴിയില്ല. എനിക്ക് കാണുന്നതിനേക്കാളും നിങ്ങൾ തമ്മിലും കാണണം. ഇത്ര പേർ ഇന്ന ശാഖയിൽ നിന്ന് ഇത്ര പേർ വന്നു എന്ന് കാണുമ്പോൾ അതൊരു അഭിമാനമാണ്. അങ്ങനെ ചെയ്യുവാൻ ഇന്ന് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആ കാര്യം ഞാൻ ചെയ്യുന്നില്ല. ഏൽപ്പിച്ചിരിക്കുന്ന ശാഖക്കാർ അത് ഉത്തരവാദിത്തമായി നാളെ പ്രഭാതം വരെയും ഇതിൻ്റെ പരിപൂർണമായ പുണ്യത്തെ അറിഞ്ഞുകൊണ്ട് സ്തുതി നടത്തുക. സർവശക്തി അതും സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് ഏതാണ്ട് 5:30 മണി കഴിഞ്ഞപ്പോൾ ആശ്രമത്തിൽ പ്രവേശിച്ചു. അത് കഴിഞ്ഞ് ആദ്യം വന്നപ്പോൾ ഒരു പ്രാർത്ഥന, അത് കഴിഞ്ഞ് സങ്കല്പ പ്രാർത്ഥന, അതും കഴിഞ്ഞ് 6 മണിയോടുകൂടി കൈനീട്ടം കൊടുക്കുവാൻ ആരംഭിച്ചു. 8 മണി വരെ ഇടതടവില്ലാതെ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു. അത്രയും വേഗത്തിലാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഒരാളിന് ഇവിടെ ഒരു സെക്കൻഡ് പോലും നിൽക്കാനുള്ള സമയമില്ലാത്ത രീതിയിൽ നിൽക്കുന്നവരിങ്ങനെ പിടിച്ച് കൈ എൻ്റെ അടുത്തോട്ട് നീട്ടി ഞാൻ വാരിയിട്ട് ഇങ്ങനെ പൊക്കൊണ്ടേയിരുന്നു 2 മണിക്കൂർ തുടർച്ചയായിട്ട്. അത് കഴിഞ്ഞ് അല്പം ഭക്ഷണം കഴിക്കാൻ അകത്ത് പോയി. അത് കഴിഞ്ഞ് വീണ്ടും ഇറങ്ങി, വീണ്ടും 10-10:30 വരെ വീണ്ടും ഇങ്ങനെ തുറന്നുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് ഇനിയും കുറച്ച് പേർ ബാക്കിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. താമസിച്ച് വൈകി വന്നവരൊക്കെ കുറച്ച് പേർ കൂടിയുണ്ട്. അവർക്കും അത് കൊടുക്കണമല്ലോ. കാരണം അതൊരു ചടങ്ങായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നതാണ്. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്? എന്താണ് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം? ഇത് ലോകം മുഴുവൻ വിഷു ആഘോഷിക്കുന്നത് പോലെയാണോ ആത്മബോധോദയ സംഘാംഗങ്ങൾ ഇത് ആഘോഷിക്കുന്നത്?
ഒരിക്കലുമല്ല. ലോകവാസികൾ ഇതിൻ്റെ പ്രത്യേകത അറിയാതെയാണ് ആഘോഷിക്കുന്നത്. അവരതിന് പല ഐതിഹ്യങ്ങളും പറയുന്നുണ്ട്. ചില ആളുകളെങ്കിലും ചില ഐതിഹ്യങ്ങളൊക്കെ പറയുന്നത് ഇതൊന്നും അറിയാതെ ഇതൊക്കെ ആഘോഷിക്കും. എല്ലാവരും കണിക്കൊന്ന് വെക്കുന്നു, ഞാനും കണിക്കൊന്ന് വെക്കുന്നു. എല്ലാവരും കൈനീട്ടം കൊടുക്കും, ഞാനും കൈനീട്ടം കൊടുക്കും. ഇങ്ങനെ പോകുന്ന കുറച്ച് രീതികളുണ്ട്. ആർക്കും അറിയില്ല എന്താ ഇതിൻ്റെ കാര്യമൊന്നും അറിയാത്ത ആളുകളുണ്ട്. ഇപ്പം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഞ്ഞ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുകൊണ്ട് വിഷുവിൻ്റെ അന്ന് നടക്കുക, അല്ലെങ്കിൽ സെറ്റ് എടുത്തുകൊണ്ട് നടക്കുക, ഇതൊക്കെ ഒരു പ്രത്യേകതയാണ്. കുറച്ച് കാശ് ആ പേരിൽ ചെലവാക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ യാതൊരു കാര്യവും അറിയില്ല. എന്നാൽ ആത്മബോധോദയ സംഘാംഗങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? മേടമാസം ആര് ജന്മമെടുത്ത മാസമാണ്? ആരാണ്? ശുഭമായൊരാനന്ദം നൽകിടുവാൻ കലിയുഗത്തിൽ ഖഡ്ഗി അവതാരമാ. ശുഭമായൊരാനന്ദം നൽകിടുവാൻ കലിയുഗത്തിൽ ഖഡ്ഗി അവതാരമാ. ആനന്ദം നൽകുവാൻ അവതാരമായി ആനന്ദം നൽകുവാൻ അവതാരമായി. പുണ്യമാസത്തിലല്ലോ ഖൽഗീതാനുദയമായി വന്നതെന്ന്. പുണ്യമേട മാസത്തിലല്ലോ ഖഡ്ഗിയുദയമായി വന്നതെന്ന്. ഖഡ്ഗീതന്നോതി അറിയിച്ചല്ലേ ആയതുകൊണ്ടിതു പുണ്യമാസം. ഖഡ്ഗീതന്നോതി അറിയിച്ചല്ലേ ആയതുകൊണ്ടിതു പുണ്യമാസം. ഖഡ്ഗീതന്നോതി അറിയിച്ചല്ലേ ആയതുകൊണ്ടിതു പുണ്യമാസം. പുണ്യങ്ങളെന്നിൽ നിറച്ച ഗുരു ജന്മമെടുത്തോരു പുണ്യമാസം. പുണ്യങ്ങളെന്നിൽ നിറച്ച ഗുരു ജന്മമെടുത്തോരു പുണ്യമാസം.
എല്ലാം ക്ഷമിച്ചെന്നിൽ ആനന്ദിക്കണേ. വല്ല എല്ലാം വല്ല പിഴവും ഭവിച്ചു പോയാൽ എല്ലാം ക്ഷമിച്ചെന്നിൽ ആനന്ദിക്കണേ. വല്ല വല്ല പിഴവും ഭവിച്ചു പോയാൽ എല്ലാം ക്ഷമിച്ചെന്നിൽ ആനന്ദിക്കണേ. ഉന്നതനാകുന്ന ദൈവം അവതാരമായി വന്ന മാസമാണ് മേടമാസം. അതുകൊണ്ട് മേടമാസത്തിൻ്റെ ആദ്യത്തെ ദിനം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി ഗുരുമുമ്പാകെ ഈ വിധത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ വെച്ച് ഗുരുവിൽ നിന്ന് കൈനീട്ടം വാങ്ങി നമ്മുടെ ഒരു വർഷം ആരംഭിക്കുകയാണ്. ഇന്ന് ആരംഭിക്കുന്ന വർഷത്തിൻ്റെ പേരെന്താണ്? 142ാമത്തെ ശുഭാനന്ദ വർഷമാണ് ഇന്ന് ആരംഭിക്കുന്നത്. ഇത് സർവ്വാത്മാക്കൾക്കും ആനന്ദത്തിൻ്റെ വർഷമായി ഭവിക്കട്ടെ. സർവജ്ഞാനോത്സവത്തിൻ്റെ മധ്യത്തിൽ ആരംഭിക്കുന്ന ഈ ശുഭാനന്ദ വർഷം സർവ്വാത്മാക്കൾക്കും ആനന്ദ വർഷമായി ഭവിക്കട്ടെ. ഗുരുവിന്റെ ജന്മദിനം ആഘോഷിപ്പാൻ ജന്മമെടുത്ത ആത്മലോകം ഒരുങ്ങിക്കൊള്ളുക. ജന്മപാപം കർമ്മദോഷം ജീവനാശം തീർത്തു തന്ന ജന്മപാപം കർമ്മദോഷം ജീവനാശം തീർത്തു തന്ന ഉടമസ്ഥനാകുമെന്റെ ശുഭാനന്ദമേ. ഉടമസ്ഥനാകുമെന്റെ ശുഭാനന്ദമേ. ജന്മമെടുത്ത ആത്മലോകം ഒന്നിച്ച് ആഘോഷിക്കേണ്ടുന്ന ജന്മിയാകുന്ന ഗുരുവിന്റെ ജന്മനക്ഷത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദർശ കൊടി ഉയർത്തി ഇന്ന് 4ാം ദിനത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ ജന്മനക്ഷത്ര മഹോത്സവങ്ങളിൽ പങ്കെടുക്കാനായി വന്നു ചേർന്നിട്ടുള്ള ആദർശ കൊടി ഉയർത്തിയ ദിവസവും അത് കഴിഞ്ഞുള്ള 2 ദിനങ്ങളിലും ഓരോ കർമ്മങ്ങളിൽ ബന്ധപ്പെട്ടവരും ജന്മനക്ഷത്ര സ്തുതി നടത്തിയവരും അനുഭവിച്ച ആനന്ദം ജഗദീശ്വരന്റെ കാരുണ്യമാണ്. കോടാനുകോടി നന്ദിയോടെ തൃപ്പാദത്തിൽ നമുക്ക് നമസ്കരിക്കാം. ഉന്നതനാകുന്ന ദൈവത്തിന്റെ മഹാകാരുണ്യമില്ലാതെ ഒരു കർമ്മങ്ങളും മംഗളമായി ഭവിക്കുകയില്ല. ലോകത്തിന് മംഗളം ദാനം ചെയ്യുവാനാണ് മഹാഗുരു അവതാരമായി വന്നിരിക്കുന്നത്. മംഗളകർമ്മങ്ങളിൽ ഏർപ്പെടുത്തി ആത്മാവിൽ മംഗളം സ്വാധീനമാക്കി നിത്യമംഗള രൂപനാകുന്ന ഗുരുവിങ്കിലേക്ക് ചേർക്കുവാനാണ് ജഗദീശ്വരൻ ഈ ലോകത്തിൽ പരലോക കർമ്മം വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നത്. ഇഹലോക വ്യവസ്ഥകൾ മാത്രമല്ല, പരലോക വ്യവസ്ഥകളും പറഞ്ഞറിയിച്ചിട്ടാണ് പരലോകനാഥൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇഹ പരലോക വ്യവസ്ഥകളെ ഒന്നായി കൊണ്ടുപോകുവാനുള്ള ഒരു പ്രാപ്തി അത് പരലോകനാഥനാകുന്ന പരമഗുരുവിന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട്? ഇഹലോകത്തെ സൃഷ്ടിച്ചതും താൻ തന്നെയാണ്. പരലോകത്തിൽ ഇരുന്നു കൊണ്ട് ഇഹലോകത്തെ സൃഷ്ടിച്ചു. ആ പരലോകത്തിന്റെ അംശത്തെ തന്നെ ഇതിന്റെ ഉൾക്കാമ്പായി നിലനിർത്തിയിരിക്കുന്നു. എന്നിട്ട് അതിനുള്ളിൽ ആനന്ദിക്കുന്നു. ഇത് സൃഷ്ടാവാകുന്ന ദൈവത്തിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. പക്ഷേ ആത്മലോകം അറിയേണ്ടത് എന്താണ്? ഈ ബാഹ്യമായ ലോകത്തിന്റെ ഈ
ഈ കാഴ്ചകളിൽ ഭ്രമിച്ച് ഭാഗ്യമായ ലോകത്തിന്റെ ഈ കാഴ്ചകളിൽ ഭ്രമിച്ച് അഴലേറാതെ ഉന്നതനാകുന്ന ഗുരുവിനെ അകതാരിൽ വരുത്തി വെച്ച് ആരാധിക്കുവാനും ആനന്ദിക്കുവാനും പഠിക്കണം. ഗുരുവിനെ അകതാരിൽ വരുത്തി വെച്ച് ആരാധിക്കുവാനും ആനന്ദിക്കുവാനും പഠിക്കണം. ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും മനസാക്ഷിയിൽ ഒരു ചോദ്യം ഉണ്ടാകണം. ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും മനസാക്ഷിയിൽ ഒരു ചോദ്യം ഉണ്ടാകണം. ശരിയാണോ? എന്റെ ഗുരുവിന് ഇത് ഇഷ്ടമാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, ആ ആൾ ഒരു വിധത്തിലും ത്രിദോഷങ്ങൾ ഉണ്ടാവുകയില്ല. മനസാ വാചാ കർമ്മണ യാതൊരു ദോഷവും ആ ആളിൽ സംഭവിക്കുകയില്ല. എന്തുകൊണ്ട്? ആത്മസുഖത്തെ കരുതിയാണ് ആത്മാവ് ജീവിക്കുന്നത്. ആത്മസുഖത്തെ കരുതി ജീവിക്കുന്നവർക്കാണ് ആത്മനാഥൻ ഇഷ്ടമാണോ എന്ന ചിന്ത ഉണ്ടാകുന്നത്. അപ്പോൾ ആത്മാവിന്റെ സുഖത്തെ കരുതി നീ ജീവിച്ചാൽ, ആത്മാവിന്റെ ആത്മാവിന്റെ സുഖത്തെ കരുതി നീ ജീവിച്ചാൽ, ആത്മാവിന്റെ ആത്മാവിന്റെ സുഖത്തെ കരുതി നീ ജീവിച്ചാൽ, ആത്മാവിന്റെ അനർത്ഥങ്ങൾ അശേഷവും അടുക്കുകയില്ലല്ലോ. ആത്മാവിന്റെ സുഖത്തെ കരുതി നീ ജീവിച്ചാൽ, ആത്മാവിന്റെ അനർത്ഥങ്ങൾ അശേഷവും അടുക്കുകയില്ലല്ലോ. നന്മയും തിന്മയും തമ്മിൽ വേർതിരിച്ചു ചിന്തിച്ചു. നന്മയും തിന്മയും തമ്മിൽ വേർതിരിച്ചു ചിന്തിച്ചു. തിന്മയെ വെടിഞ്ഞു നന്മ തന്നെ ചെയ്തു ജീവിക്കാം. നന്മയും തിന്മയും തമ്മിൽ വേർതിരിച്ചു ചിന്തിച്ചു. തിന്മയെ വെടിഞ്ഞു നന്മ തന്നെ ചെയ്തു ജീവിക്കാം. നന്മയെ ചിന്തിച്ചു നിത്യം നന്മ പ്രവർത്തിക്കുമ്പോൾ, നന്മയെ ചിന്തിച്ചു നിത്യം നന്മയെ ചിന്തിച്ചു നിത്യം നന്മ പ്രവർത്തിക്കുമ്പോൾ, ആത്മസുഖം വർദ്ധിക്കുന്നു, ആനന്ദമുണ്ടാകുന്നു. നന്മയെ ചിന്തിച്ചു നന്മ പ്രവർത്തിക്കുമ്പോൾ, നന്മയെ ചിന്തിച്ചു നിത്യം നന്മ പ്രവർത്തിക്കുമ്പോൾ, നന്മയെ ആത്മസുഖം വർദ്ധിക്കുന്നു, ആനന്ദമുണ്ടാകുന്നു. നന്മയെ ചിന്തിച്ചു ആത്മസുഖം വർദ്ധിക്കുന്നു, ആനന്ദമുണ്ടാകുന്നു. ആത്മാവിന്റെ സുഖത്തെ കരുതി ജീവിക്കുന്നവരിൽ ഒരു അനർത്ഥവും അപകടവും ഉണ്ടാവുകയില്ല. എന്തുകൊണ്ട്? അവർ ചിന്തിക്കുന്നത് നന്മയാണ്, പറയുന്നത് നന്മയാണ്, പ്രവർത്തിക്കുന്നത് നന്മയാണ്. നന്മയുടെ അധീശത്വം എപ്പോഴും ഈശ്വരനിലാണ്.
നന്മയുടെ അതീശത്വം എപ്പോഴും അപ്പൊ ഈശ്വരൻ. നന്മ ചെയ്യുന്നവർ ഈശ്വരൻ അധിവാസം ചെയ്തിരിക്കും, സത്യം. അപ്പോൾ നന്മ ചെയ്യുന്നതിൽ ഈശ്വരൻ അധിവാസം അപ്പൊ ചെയ്തിരിക്കുന്നു. തിന്മയെ ഉപേക്ഷിച്ച് നന്മയിൽ കൂടി ജീവിതം ചെയ്ത് ഉന്നതനാകുന്ന ഗുരുവിങ്കിലേക്ക് ചേരുവാനാണ് മനുഷ്യജന്മം തന്നയച്ചത്. തിന്മയെ ഉപേക്ഷിച്ച് നന്മയെ പ്രവർത്തിച്ച് ഉന്നതനാകുന്ന ഗുരുവിങ്കിലേക്ക് ചേരുവാനാണ് ജന്മം തന്ന് അയച്ചത്. ഇതറിയാതെ ലോകത്തിൽ ജീവിച്ചപ്പോഴാണ് ജന്മപാപമുണ്ടായത്. ജന്മം എന്തിനെന്നറിയാത്തതാണ് ജന്മപാപം. ആ ജന്മപാപത്തെ നീക്കുവാൻ എന്താണ് മാർഗം? ആ ഗുരുവിൽ നിന്ന് ജന്മാന്തരജ്ഞാനം ഗ്രഹിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ജന്മപാപം കർമ്മദോഷം ജീവനാശം തീർത്തിടുവാൻ ജന്മിയാകും ഗുരുനാഥൻ അവതാരമായ. മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞതുപോലെ ജന്മാന്തര ജ്ഞാനത്തിന്റെ ജന്മിയായ ജഗദീശ്വരൻ അവതാരമായി വന്നു നിന്നുകൊണ്ട് ജന്മാന്തര ജ്ഞാനം ഉപദേശിക്കുകയാണ്. എന്തിനു വേണ്ടി? ആത്മാവിൽ നിന്ന് ജന്മപാപം പാടേ മാറ്റുന്നതിന് വേണ്ടിയാണ്. ജന്മപാപം മാറിയാൽ പിന്നെ കർമ്മദോഷം മാറുകയാണ്. ആത്മാവ് ജന്മമെടുത്തത് എന്തിനാണെന്ന് ആത്മാവിൽ ബോധമുണ്ടായാൽ പിന്നെ നീചകർമ്മങ്ങളിലേക്ക് ആത്മാവിന് ശ്രദ്ധയുണ്ടാവുകയില്ല. അത് മഹാപാപമാണെന്നുള്ള തിരിച്ചറിവുണ്ടാവുകയാണ്. എങ്ങനെയും അതിൽ നിന്ന് ഒഴിഞ്ഞു ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കും. അങ്ങനെ ജീവിക്കുമ്പോഴാണ് കുറ്റമറ്റ മനസാക്ഷി ഉണ്ടാകുന്നത്. അങ്ങനെ കുറ്റമറ്റ മനസാക്ഷിയിലാണ് സദ്ഗുരുനാഥൻ ഒത്തുജീവിക്കുന്നത്. അങ്ങനെ ജന്മപാപവും കർമ്മദോഷവും തീർന്നു കഴിയുമ്പോൾ ഒരു ജീവനോടുകൂടി ആത്മാവ് ലോകത്തിൽ നിന്ന് കറങ്ങുന്ന അവസ്ഥ അങ്ങ് മാറിപ്പോവുകയാണ്. പിന്നെ എന്തായിരിക്കും സംഭവിക്കുന്നത്? ആത്മപ്രകാശ കാഴ്ച ദീർഘപ്രകാശമായി ഗുരുവെങ്കിലേക്ക് അങ്ങ് ചേരുകയാണ്. ആ സത്യവെളിച്ചം അതിന്റെ ഉത്ഭവസ്ഥാനത്തേക്ക് ചേരുകയാണ്. അത് അത്ര എളുപ്പം ചേർക്കാവുന്നതല്ല. ഉന്നതനാകുന്ന ഗുരുവിന്റെ ജ്ഞാനം ഗ്രഹിച്ച് വഴിപോലെ ജീവിച്ച് ജ്ഞാനരൂപമായെങ്കിൽ മാത്രമേ ഗുരുവിങ്കിലേക്ക് ചേരാൻ കഴിയുള്ളൂ. ആ ജ്ഞാനമാണ് ആത്മാവായി വന്നത്. ആത്മാവ് വന്ന് ലോകത്തിൽ വെച്ച് കളങ്കപ്പെട്ടു പോയിരിക്കുകയാണ്. ആ കളങ്കം മാറി നിഷ്കളങ്ക ജ്ഞാനമായെങ്കിൽ മാത്രമേ നിഷ്കളങ്ക ജ്ഞാന സ്വരൂപനാകുന്ന ഗുരുവിങ്കിലേക്ക് ചേരുകയുള്ളൂ. അങ്ങനെ ചേരുവാൻ വേണ്ടി സ്വതവേ ആത്മാക്കൾക്ക് ശക്തിയില്ലാത്തത് കൊണ്ട്, അല്ല എങ്കിൽ ഈ നരകത്തിൽ വന്ന് ബന്ധപ്പെട്ടത് കൊണ്ട് ശക്തി കുറഞ്ഞു പോയത് കൊണ്ട്, ആത്മനാഥൻ തന്നെ നേരിട്ട് കലിയുഗത്തിൽ ഉദയമായി വന്ന് എന്തിനു വന്നു? ജന്മാന്തര ജ്ഞാനം നൽകാൻ. Hello.
അഹങ്കാരത്തിൽ കാണണമെങ്കിൽ പാപ മറ്റ് പരിശുദ്ധരായി മാറണം. പരമാത്മാവാകുന്ന പരമഗുരുവിനെ അഹങ്കാരത്തിൽ കാണണമെങ്കിൽ പാപം മറ്റ് പരിശുദ്ധരാകണം. അതിനുവേണ്ടിയാണ് ഈ നിഷ്കളങ്ക ജ്ഞാനം തരുന്നത്. അതിനുവേണ്ടിയാണ് നിഷ്കളങ്ക ജ്ഞാനം. അതിന്റെ പേര് ജന്മാന്തരജ്ഞാനം എന്നാണ്. അതിന്റെ പേര് ജന്മാന്തരജ്ഞാനം. ജന്മപാപവും കർമ്മദോഷവും ജീവനാശവും തീർത്ത് ആത്മാവിനെ പരിപൂർണതയിൽ എത്തിക്കുവാനുള്ള ജ്ഞാനം. ജന്മപാപവും കർമ്മദോഷവും ജീവനാശവും തീർത്ത് ആത്മാവിനെ പരിപൂർണതയിൽ എത്തിക്കുവാനുള്ള ജ്ഞാനം. ആ പരിപൂർണ ജ്ഞാനം തരുവാൻ ഉദയമായതുകൊണ്ടാണ് ഈ ജന്മം പോലും സ്വീകരിച്ചത് പൂർണ്ണമായ ഒരു നക്ഷത്രത്തിലാക്കി എടുത്തത്. പരിപൂർണതയെ ദാനം ചെയ്യുവാൻ നിരോധാനമായതുകൊണ്ടാണ് ഈ ദിവ്യമാകുന്ന ജന്മം പോലും സ്വീകരിക്കുവാൻ പൂർണ്ണമായ ഒരു നക്ഷത്രത്തെ. പൂരം എന്ന വാക്കിന് തന്നെ പൂർണ്ണം എന്നൊരർത്ഥമുണ്ട്. പൂരം എന്ന വാക്കിന് തന്നെ പൂർണ്ണം എന്ന ഒരർത്ഥമുണ്ട്. ഒരു കൂട്ടം എന്നർത്ഥമുണ്ട്. കൂട്ടം എന്നർത്ഥമുണ്ട്. പല പുരാണങ്ങളിലും അതിന് പല വ്യാഖ്യാനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പൂരത്തിന് ആഭിമുഖ്യം വരുന്ന സന്ദർഭം ഉണ്ടാകുന്നു എന്ന് പല പുരാണങ്ങളിലും അനുശാസിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ മഹത്തുക്കളുടെ ഒരു കൂട്ടം ഉണ്ടാകുമ്പോൾ എന്നാണ് പലരും ചിത്രീകരിക്കുന്നത്. അല്ല, പൂർണ്ണജ്ഞാനം നൽകിയിടാൻ പൂർണ്ണരൂപൻ വന്നല്ലോ. പൂർണ്ണജ്ഞാനം നൽകിയിടാൻ പൂർണ്ണജ്ഞാനം നൽകിയിടാൻ പൂർണ്ണരൂപൻ വന്നല്ലോ. പൂരമെന്ന നക്ഷത്രത്തിൽ പൂജാതനായി വന്നല്ലോ. പൂർണ്ണജ്ഞാനം നൽകിയിടാൻ പൂർണ്ണരൂപൻ വന്നല്ലോ.
എപ്പോഴും നിങ്ങളെല്ലാം ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇത് എപ്പോഴും നമ്മളെല്ലാം ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. പൂരം എന്നിങ്ങനെ പറഞ്ഞു കേട്ട് പോയാൽ പോരാ. പലരും പല വിധത്തിൽ പലയിടങ്ങളിൽ പൂരം ഘോഷിക്കുന്നുണ്ട്. ഈയിടെ ഒരാൾ പറഞ്ഞു തൃശ്ശൂരിൽ നടക്കുന്ന ഉത്സവങ്ങൾക്കെല്ലാം പൂരമെന്നാണ് പറയുന്നത്. നമുക്ക് മേടമാസത്തിൽ നടക്കുന്ന ഒരു പൂരം എല്ലാവർക്കും അറിയാം. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന ഒരു പൂരമുണ്ട്. നമ്മുടെ ഒരു ചില വർഷങ്ങൾ നമ്മുടെ ദിവസം തന്നെ വരും, ചില ദിവസം അതിന്റെ തലേ ദിവസം വരും. അങ്ങനെ അവിടെ ഒരു പൂരം നടക്കുന്നുണ്ട്. അവിടെ അനേകം ആനകളെ എഴുന്നള്ളിച്ച് നൂറുകണക്കിന് ചെണ്ടമേളക്കാരും ചെണ്ട കൊട്ടി വെടിക്കെട്ടുമൊക്കെ ആയിട്ട് വലിയ പൂരം നടത്തും. അപ്പൊ അതൊരു പൂരമാണ്. ഇപ്പൊ ഈയിടെ അറിയുന്നത് അവിടെ നടക്കുന്ന ചെറിയ 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 കാവുകളിൽ പോലും നടക്കുന്ന ഉത്സവങ്ങൾക്ക് അവിടെ പൂരമെന്നാണ് പറയുന്നത്. ഇന്ന കാവിലെ പൂരം, ഇന്ന കാവിലെ പൂരം, ഇന്ന കോവിലെ പൂരം, ഇന്ന അമ്പലത്തിലെ പൂരം, ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അവിടെ പൂരം എന്ന് പറഞ്ഞാൽ ഉത്സവം എന്നാണ് അർത്ഥം. നമുക്ക് ഉത്സവം എന്നാണ് അർത്ഥം. പക്ഷെ അറിയണം, ആത്മാവിൽ ആനന്ദിക്കുവാനുള്ള പൂരമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഉത്സവം ആഘോഷിക്കാം, ഞാൻ ഉത്സവം ആഘോഷിക്കാം, ഉത്സവം ആഘോഷിക്കാം, ഞാൻ ഉത്സവം ആഘോഷിക്കാം, സർവജ്ഞാനോത്സവത്തെ ആത്മാവിൽ ആഘോഷിക്കാം, ഉത്സവം ആഘോഷിക്കാം, ഞാൻ ഉത്സവം ആഘോഷിക്കാം, സർവജ്ഞാനോത്സവത്തെ ആത്മാവിൽ ആഘോഷിക്കാം. അതാണ് ആത്മബോധോദയ സംഘാംഗങ്ങൾ അറിയേണ്ടത്. ആത്മാവിൽ ഈശ്വരൻ ദാനം ചെയ്യുന്ന ജ്ഞാനം വഴിയായി കർമ്മിച്ച് ആത്മാവിൽ ഉണ്ടാകുന്ന അതിസുഖമാണ് പൂരം. ആ അതിസുഖമാണ് വർദ്ധിച്ച് ആനന്ദത്തിലെത്തുന്നത്. ആനന്ദം നിത്യമായി അനുഭവിക്കുമ്പോൾ നിത്യാനന്ദമായി തീരും. നിത്യാനന്ദത്തിൽ നിവസിക്കുന്ന ഒരാളാണ് ശുഭാനന്ദ രൂപമായി മാറുന്നത്. അങ്ങനെ പടിപടിയായി അങ്ങനെ ഉയർന്നുയർന്ന് ഓരോ ആത്മാവും ശുഭാനന്ദ രൂപമായി തീരുവാൻ സാക്ഷാൽ ജഗദീശ്വരൻ സർവത്തിന്റെ ഉൾക്കാമ്പായി നിൽക്കുന്ന വസ്തു, പാലിൽ പ്രകാശമേകുന്ന ജ്ഞാനരൂപം, സർവ സൃഷ്ടികളുടെയും കാരണഭൂതനായ വസ്തു, സർവ മനുഷ്യരിലും നിറഞ്ഞു വാഴുന്ന ആത്മാവ്, ആ ആത്മാവിന്റെ ഉടമസ്ഥനായ പരമാത്മാവ്, ആ ഏകനാഥൻ ആദിനാഥൻ ഈ ലോകത്തിലേക്ക് സമ്പൂർണമായി അവതാരമായി വന്ന് സമ്പൂർണ്ണ ജ്ഞാനം തരുന്ന ഈ അവതാരവാഴ്ച കാലത്ത് ഓരോന്ന് നിങ്ങൾ പരിശോധിച്ച് 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 അറിഞ്ഞാരാധിക്കണം. എന്താണ് പരിശോധിക്കേണ്ടത്? ഇവിടെ ഇന്ന് വിഷു ഒക്കെ ആയിട്ട് എത്ര രൂപ വീണ് കാണും, അതാണോ പരിശോധിക്കേണ്ടത്? ഇവിടെ ഇത്ര വിളക്കിരിപ്പുണ്ട്, എത്ര കിലോ കാണും, എത്ര രൂപയ്ക്ക് കാണും, ഏതാണോ പരിശോധിക്കേണ്ടത്? ഇത്ര ആളുകൾ വന്ന് എത്ര പേർ അരി വെച്ച് കാണും, അതാണോ പരിശോധിക്കേണ്ടത്? അല്ല, അവതാരമായി വന്ന ഗുരുവിനെ, തന്റെ ജ്ഞാനങ്ങളെ ആരാധ്യനാത്മാവിൽ വാസമുണ്ട്.
അറിവിനെയാണ്, പരിശോധിച്ചറിയേണ്ടത് അറിവിനെ, സ്വന്തം ആത്മാവിനെയാണ്, സ്വന്തം ആത്മാവിനെ, ആത്മാവിൽ വാഴുന്ന ഈശ്വരനെയാണ്. ആത്മാവിൽ വാഴുന്ന അങ്ങനെ ആരാഞ്ഞറിഞ്ഞ് ജീവിക്കുന്നവരിലാണ് ആരാധ്യന്റെ അധിവാസം ഉണ്ടാകുന്നത്. അങ്ങനെ ആരാധന ജീവിക്കുന്നവരിലാണ് ആരാധ്യന്റെ അധിവാസം. അങ്ങനെ അധിവാസം അകതാരിൽ കണ്ടു ആരാധ്യനുമായി ചേർന്ന് ആനന്ദിക്കുവാൻ, അങ്ങനെ അധിവാസം ആത്മാവിൽ കണ്ട് ആരാധ്യനുമായി ചേർന്ന് ആനന്ദിക്കുവാൻ സർവശക്തി ഒരുക്കി വെച്ചിരിക്കുന്ന ഈ അസുലഭ സന്ദർഭം സർവശക്തി ഒരുക്കി വെച്ചിരിക്കുന്ന ഈ അസുലഭ സന്ദർഭം നഷ്ടമാക്കാതെ നമുക്കങ്ങ് ഒത്തൊരുമിച്ച് ഈ ആദർശത്തിൽ കൂടി ജീവിതം ചെയ്യാം. ആദർശപുരുഷനാകുന്ന ദൈവം ഈ പുണ്യപൂരത്തിൽ ഉദയമായി വന്ന് പുണ്യപൂരത്തെ തെളിയിക്കുമ്പോൾ ഓരോ ആത്മാവും പൂരമായി തീരുവാൻ, അത് വളരെ പ്രത്യേകതയോടുകൂടി തിരിച്ചു വന്നപ്പോൾ ഞാൻ നിങ്ങളെ അറിയിച്ചതാണ്. ഞാനെ കണ്ടുതാനല്ലോ പൂരം നക്ഷത്രം, ജ്ഞാനമുള്ളോരുള്ളിലെല്ലാം പൂരം നക്ഷത്രം. ആഘോഷിക്കുന്നത് ജ്ഞാനക്കണ്ണ് തെളിഞ്ഞിട്ടാണ്. ജ്ഞാനം സ്വീകരിക്കുക, അറിയുക, അറിയിക്കുക, ഒന്നാകുക, ആനന്ദിക്കുക, അറിയുക, അറിയിക്കുക, അറിയുക, അറിയിക്കുക, ഒന്നാകുക, ആനന്ദിക്കുക, അറിയുക, അറിയിക്കുക, ഒന്നാകുക, ആനന്ദിക്കുക. സർവജ്ഞാനോത്സവത്തിന്റെ മുദ്രാവാക്യമായി അതിന്റെ ആരംഭ സമയത്ത് ഞാൻ നിങ്ങൾക്ക് തന്നതാണ്. ഇത് ഏറ്റെടുത്ത് പ്രവർത്തിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. അറിയുവാനും അറിയിക്കുവാൻ, രണ്ടെന്നില്ലാത്ത അവസ്ഥയിൽ ഒന്നായിരുന്നു ജീവിക്കുവാൻ, ഭേദബുദ്ധികൾ മറന്ന് ഒന്നായി ജീവിക്കുവാൻ, ആനന്ദിക്കുവാനും ഈശ്വരൻ തന്ന ഈ അവസരം നഷ്ടമാക്കി കളയാതെ ഉന്നതമായ മഹാപൂരം ഓരോ ഹൃദയത്തിലും അനുഭവമാകുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസം നടക്കുന്ന സ്തുതിയും ഇനി തുടർന്ന് വരുന്ന ദിനങ്ങളിൽ നടക്കുന്ന സ്തുതികളും സമ്മേളനങ്ങളും മറ്റ് പരിപാടികളും നമ്മുടെ ജന്മനക്ഷത്ര ഘോഷയാത്രയും ജന്മനക്ഷത്ര പ്രകാശയാത്രയും എല്ലാം ഒന്നിനൊന്ന് ഉപരിയായി 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 എല്ലാം നടത്തപ്പെടണം. ഞാനിന്ന് വളരെ തിടുക്കപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾ പോയിട്ട് 9ാം ഉത്സവത്തിന് വീണ്ടും നിങ്ങൾ വരേണ്ടവരാണ്. ആ 9ാം ഉത്സവത്തിന് വന്നാൽ പല ആളുകളും പിന്നെ 10ാം ഉത്സവം കഴിഞ്ഞേ മടങ്ങി പോവുകയുള്ളൂ. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഇന്ന് എല്ലാ സൗകര്യങ്ങളും ഈശ്വരന്റെ കാരുണ്യത്താൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരു നേരം ആഹാരം കഴിക്കുവാൻ ഇല്ലാതിരുന്ന ഈ സന്നിധാനത്തിൽ ഇപ്പോൾ ആഹാരം ഉണ്ടാക്കുന്ന സ്ഥാനങ്ങൾ തന്നെ എത്രയിടത്താണ്. ഏതെല്ലാം സമയത്ത് ഏത് വിധത്തിലുള്ള ആഹാരം വേണമെങ്കിൽ ഇപ്പോൾ ലഭ്യമാണ്. അപ്പോ അങ്ങനെ ചിന്തിക്കുമ്പോൾ ചെറുപ്പക്കാരായ ചില ആളുകൾ വിചാരിക്കും ഞങ്ങൾക്ക് അടിച്ചു പറിക്കാനുള്ള ഒന്നും ഇവിടെ കിട്ടത്തില്ലല്ലോ. അങ്ങനെയുള്ള ആഹാരമല്ല, ജീവൻ നിലനിർത്തുവാൻ ഈ ഭൂമി അനുവദിച്ചിട്ടുള്ള ഉന്നതമായ സാത്വിക ഗുണമുള്ള ആഹാരമാണ് നമ്മൾ കൊടുക്കുന്നത്. അത് പരമാവധി ശുദ്ധമായ അവസ്ഥയിൽ നല്ല സ്ഥലത്ത് പോയി നല്ല സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് പലതും നമ്മുടെ കൃഷിയിടങ്ങളിൽ തന്നെ കൃഷി ചെയ്ത് നമ്മുടെ തേങ്ങ ആട്ടി അതിന്റെ വെളിച്ചെണ്ണ എടുത്ത് അത് ഉപയോഗിച്ച് ഇങ്ങനെ പരമാവധി പരിശുദ്ധി ഇവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആഹാരം പാചകം ചെയ്ത് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? എന്റെ ഭക്തന്മാർക്ക് അതിൽ കൂടി ഒരു അശുദ്ധി ഉണ്ടാകരുത് എന്ന ചിന്തയോടുകൂടിയാണ്. അല്പ രുചി കുറഞ്ഞാലും അതിനകത്ത് മറ്റ് മായങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അത് ഈശ്വര വകയായി ദാനം ചെയ്യുന്ന ഈ ഭക്ഷണം അതൊരു പ്രസാദമായി വാങ്ങി കഴിക്കുമ്പോ അതിൻ്റെതായ ഗുണം നിങ്ങൾക്കെല്ലാം ഉണ്ടാകും. ഞാൻ മുമ്പേ കീർത്തിച്ച കീർത്തനത്തിൽ പ്രകൃതിയിൽ നിന്ന് ശക്തികളെ സ്വീകരിച്ച് ദേഹ
ദേഹമുണ്ടായി എന്നൊരു വരി പാടിയല്ലോ. പ്രകൃതിയിൽ നിന്ന് ശക്തികളെ സ്വീകരിച്ച് ദേഹമുണ്ടായി എന്നൊരു വരി ഈ ഒരു ഗർഭസ്ഥ ശിശുവിന് കാരണമായി തീരുന്ന ബീജം, ഒരു ഗർഭസ്ഥ ശിശുവിന് കാരണമായി തീരുന്ന ബീജം ഉണ്ടാകുന്ന ഒരു ക്രോമസോമിൽ നിന്നാണ്. ശാസ്ത്രം പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഉണ്ടാകുന്ന ഒരു ക്രോമസോമിൽ നിന്നാണ്. ആ ക്രോമസോമുകൾ ഉണ്ടാകുന്നത് ഭക്ഷ്യവസ്തുക്കളിൽ നിന്നാണ്. ക്രോമസോമുകൾ ഉണ്ടാകുന്ന ഭക്ഷ്യവസ്തുക്കളിൽ നിന്നാണ്. ശുദ്ധമായ ഭക്ഷ്യവസ്തുക്കളിൽ നിന്നാണ് ശുദ്ധമായ ക്രോമസോമുകൾ ഉണ്ടാകുന്നത്. ശുദ്ധമായ ഭക്ഷ്യവസ്തുക്കളിൽ നിന്നാണ് ശുദ്ധമായ ക്രോമസോമുകൾ. അനേകം ആളുകൾ കുട്ടികളില്ലാതെ ഇവിടെ വന്ന് ദുഃഖം പറയുമ്പോൾ, അനേകം ആളുകൾ കുട്ടികളില്ലാതെ ഇവിടെ വന്ന് ദുഃഖം അറിയിക്കുമ്പോൾ ഞാൻ അവരോട് പറയാം, നിങ്ങൾ 10 ദിവസം ഇവിടെ വന്ന് ഇവിടുത്തെ കർമ്മം ചെയ്ത് ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് നിൽക്കാൻ പറയും. 10 ദിവസം ഇവിടെ വന്ന് ഇവിടുത്തെ കർമ്മം ചെയ്ത് ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് നിൽക്കുവാൻ ചില ആളുകൾക്ക് അതിന് സൗകര്യമില്ലാത്തവർക്ക് ചില ആളുകൾക്ക് അതിന് സൗകര്യമില്ല. പ്രാർത്ഥനയോടുകൂടി ചില പ്രത്യേക ആഹാര സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കാനുള്ള വ്രതത്തോടുകൂടി അത് ഞാൻ പറഞ്ഞു കൊടുക്കും. പ്രത്യേകമായ വ്രതത്തോടുകൂടി ചില ആഹാരങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ അവര് തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കി ഒരു പ്രാർത്ഥനയോടുകൂടി 12 ദിവസം അല്ലെ 21 ദിവസം ഭക്ഷണം കഴിക്കാനായിട്ട് പറഞ്ഞു കൊടുക്കും. എന്തിനു വേണ്ടി? ശുദ്ധമായ ഭക്ഷണത്തിലാണ് ഈ ക്രോമസോമുകൾ ഇരിക്കുന്നത്. അതിന്റെ അധിവാസം അവിടെയാണ്. അപ്പോ ആ നിലയിൽ ഉന്നതമായ ഭാഗ്യങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഈശ്വര കർമ്മം ചെയ്യുന്നതോടൊപ്പം ഈശ്വരവകയായുള്ള ഈ പ്രസാദം കഴിക്കുകൂടി ചെയ്യുമ്പോ വേദവുമാകും ശാസ്ത്രവുമാകും. വേദം തന്നെ ആത്മാവ്, ശാസ്ത്രം തന്നെ ഗാത്രങ്ങൾ. അപ്പൊ ദേഹത്തെ സ്വീകരിക്കുന്ന പ്രകൃതിയിൽ നിന്നും ആത്മാവിനെ സ്വീകരിക്കുന്നത് ഈശ്വരനിൽ നിന്നുമാണ്. ഇത് രണ്ടും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കാൻ ഈശ്വരന് മാത്രമേ കഴിവുള്ളൂ. 3ഉം 4ഉം പ്രാവശ്യം IVF ഒക്കെ ചെയ്ത് തോറ്റു തുന്നമ്പാടി ദുഃഖിതരായിരുന്നവർക്കൊക്കെ ഇന്ന് സന്താനങ്ങളുമായി സന്തോഷമായി ജീവിക്കുന്നുണ്ട്. അനേകങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. ഇന്നും അതിൽപ്പെട്ട പല ആളുകളിവിടെ ഉണ്ട്. ഇത് എങ്ങനെയാണ് സാധിക്കുന്നത്? ഈശ്വരൻ തന്റെ തത്വങ്ങളെ ഓരോ ആത്മാവിലേക്കും കടത്തിവിട്ട് അത് വിവിധ വഴികളിലൂടെയാണ് കടത്തിവിടുന്നത്. തന്റെ ശബ്ദത്തിലൂടെയാണ് സാധിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ശബ്ദം അനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് അത് അനുഭവമാകുന്നത്. ഇന്നതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ വിധത്തിൽ ചെയ്യുമ്പോഴാണ് അത് അനുഭവമാകുന്നത്. അപ്പോഴാ അനുഭവം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ആ കൃത്യമായ കാര്യത്തെ ഗുരുശബ്ദമായി പാലിച്ച് ചെയ്യുവാൻ വേണ്ടി ഒരു ആത്മാവ് ഒരുക്കപ്പെടുമ്പോൾ, ആ സാഹചര്യത്തിനുള്ളിൽ താൻ ഉദ്ദേശിക്കുന്ന വസ്തു അവരുടെ ഉള്ളിൽ എത്തിയിരിക്കും. അങ്ങനെയാണ് അത് അവിടെ അനുഭവമായി മാറുന്നത്. മുൻപൊരിക്കൽ ഒരു ബ്രാഹ്മണന് ഒരു കരിങ്കുഷ്ഠം പോലുള്ള ഒരു രോഗം വന്നു. അപ്പൊ ഒരു മഹാവൈദ്യന്റെ അടുത്ത് കൊണ്ടുവന്നു. പല മരുന്നുകൾ കഴിച്ച് കുറവില്ലാതെ വന്നപ്പോ ഒരു മഹാവൈദ്യന്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പെരുമ്പാമ്പിന്റെ നെയ്യ് ഒരു 2 തുടം സേവിക്കണമെന്ന് പറഞ്ഞു. എങ്കിലേ ഈ അസുഖം മാറുകയുള്ളൂ. അപ്പോ ബ്രാഹ്മണനായതുകൊണ്ട് അത് കഴിയില്ല എന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. വേറെ ഒരു മരുന്നും ഇതിനില്ല തിരുമേനി, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് വൈദ്യം മടക്കി വിട്ടു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോയി 41 ദിവസം ഭജനം പാർക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഭജനം പാർക്കുന്ന സമയത്ത് അവിടുത്തെ തിരുമേനി പറഞ്ഞു, തീർത്ഥക്കുളത്തിൽ നിന്ന് 41 ദിവസവും നിങ്ങൾ തീർത്ഥം കുടിക്കണമെന്ന് പറഞ്ഞു. വേറൊരു ഉദ്ദേശവുമല്ല, അവിടുന്ന് ആ തീർത്ഥം കുടിക്കുക എന്നുള്ള ഉദ്ദേശം അവിടുത്തെ തിരുമേനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഈ 41 ദിവസം കഴിഞ്ഞപ്പോ, ഈ ഭജനം പാർത്ത് 41 ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ഈ കരിങ്കുഷ്ഠം മാറിപ്പോയി. അപ്പൊ ഈ തിരുമേനിക്ക് ഒരു ചെറിയ അഹങ്കാരം. അപ്പൊ അദ്ദേഹം പറഞ്ഞില്ലേ, പെരുമ്പാമ്പിന്റെ നെയ്യ് കഴിച്ചെങ്കിലേ ഇത് മാറുകയുള്ളൂ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഭഗവാന്റെ ശക്തി കൊണ്ട് ഇത് മാറുമെന്ന് കാണിക്കണമെന്ന് ഈ ബ്രാഹ്മണൻ ഒരു തോന്നലുണ്ടായി. അപ്പൊ വൈദ്യരെടുത്ത് ചെന്നു, കൈയും കാലും കാണിച്ചു കണ്ടപ്പോ എനിക്കൊരു കുഴപ്പമില്ല, ഭജനം പാർത്ത് ഇന്ന ക്ഷേത്രത്തിൽ ഞാൻ ഭജനം പാർത്താണ് എന്റെ രോഗം മാറി എന്ന് പറഞ്ഞു. ശരി, ആ ദേവന് ശക്തിയുണ്ട്. പക്ഷേ
പ്രകൃതിയിലെ നിയമങ്ങൾ വെച്ചിരിക്കുന്നത് ആ ദേവനാണെന്ന് പറഞ്ഞു. ആ ദേവന് ശക്തിയുണ്ട്, പക്ഷേ പ്രകൃതിയിൽ ഈ നിയമം വെച്ചിരിക്കുന്നത് ആ ഈ ദേവനാണ്. വൈദ്യശാസ്ത്രവും കണ്ടുപിടിച്ചിരിക്കുന്ന ആ ദേവനാണ്. വൈദ്യശാസ്ത്രവും കണ്ടുപിടിച്ചിരിക്കുന്നത് അതിന്റെ നിയമപ്രകാരമേ അത് നടക്കുകയുള്ളൂ. നിയമപ്രകാരമേ. അതിനകത്ത് എനിക്ക് തർക്കമില്ല. അല്ലാതെ എനിക്ക് തർക്കമില്ല. ദൈവസേവ ചെയ്തതിനാണെന്നുള്ളതിനും തർക്കമില്ല. ദൈവസേവ ചെയ്യുന്നതിനാണെന്നുള്ളത് ഈ വിധത്തിൽ അല്ലാതെ ഇത് മാറുകയില്ല എന്നുള്ളതിനും തർക്കമില്ല. ജീവിതത്തിലല്ലാതെ ഇത് മാറുകയില്ല എന്നുള്ളത്. തിരുമേനി ഭജനം പാർത്ത അമ്പലവും ആ കുളവും എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. തിരുമേനി വചനം പാർത്ത അമ്പലവും കുളവും എനിക്കത് കാണണമെന്ന് പറഞ്ഞു. അതിനെന്താ കാണാമെന്ന് പറഞ്ഞു. അതിനെന്താ കാണാം? അവിടെ ചെന്ന് ക്ഷേത്രത്തിൽ തൊഴുതു. ക്ഷേത്രത്തിൽ തൊഴുതു. തീർത്ഥക്കുളത്തിന്റെ അടുത്ത് ചെന്നു. തീർത്ഥക്കുളത്തിന്റെ അടുത്ത് അപ്പൊ എല്ലാവരും ഇറങ്ങുന്ന പടവിന്റെ അടുത്ത് ചെന്ന് ഞാൻ നോക്കി. എല്ലാവരും ഇറങ്ങുന്ന വളവിന്റെ അടുത്ത് ആ കുളത്തിന് ചുറ്റും തിരുമേനി ഇങ്ങനെ ഒന്ന് നടന്നു. കുളത്തിന് ചുറ്റും തിരുമേനി ആ വൈദ്യുതി തിരുമേനി ഒന്ന് നടന്നു. വൈദ്യുതി തിരുമേനി ഒന്ന് അപ്പൊ ഇത് നടന്നപ്പോ അവിടെ ഒരു കൈതക്കാടുണ്ട് ആ കുളത്തിന്റെ രണ്ട് വശത്തായിട്ട്. കുളത്തിന്റെ രണ്ട് വശത്തായിട്ട് കൈതക്കാടുണ്ട്. അപ്പൊ വളരെ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പാമ്പ് അവിടെ വീണ് ചത്ത് അതിന്റെ നെയ്യ് ഇതിനകത്തോട് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. വളരെ നാളുകൾക്ക് മുമ്പ് ഒരു പാമ്പ് അവിടെ വീണ് ചത്തതിന്റെ നെയ്യ് ഇങ്ങനെ വെള്ളത്തിലേക്ക് അപ്പൊ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ തിരുമേനിയുടെ ഭാഗ്യത്തിന് തിരുമേനിയുടെ ഭാഗ്യത്തിൽ തക്ക സമയമായപ്പോ ഒരു പാമ്പ് അവിടെ വീണ നെയ്യ് ഈ കുളത്തിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഇതായി കോരി കുടിച്ചത്. നെയ്യുടെ വെള്ളമാണ് പോയി കുടിച്ചത്. അപ്പൊ ഇത് തിരുമേനി ഇത് അറിയുന്നില്ല. തിരുമേനി അറിയില്ല. നെയ്യായിട്ട് കുടിക്കാൻ തിരുമേനി ഈ ബ്രാഹ്മണത്വം അനുവദിക്കുന്നില്ല. നെയ്യായിട്ട് കുടിക്കാൻ തിരുമേനിയുടെ ബ്രാഹ്മണത്വം അനുവദിക്കുന്നില്ല. പക്ഷേ അറിയാതെ ഇത് കുടിച്ചു, അസുഖം മാറുകയും ചെയ്തു. അറിയാതെ കുടിച്ചു, അസുഖം മാറുകയും ചെയ്തു. പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? പ്രകൃതിക്കൊരു നിയമം പ്രകൃതി പുരുഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. പ്രകൃതിക്കൊരു നിയമം പ്രകൃതി പുരുഷൻ തന്നെ കൊടുത്തു. അതിനെ മറികടന്ന് ഒന്നും ചെയ്യാൻ പ്രകൃതി പുരുഷൻ അനുവദിക്കുകയില്ല. അതിനെ മറികടന്ന് ഒന്നും ചെയ്യാൻ പ്രകൃതി പുരുഷൻ. അതുകൊണ്ടാണ് പ്രകൃതിയെല്ലാം ഉപകരണങ്ങൾ. മനസ്സിലാക്കണം. ഒന്നും നമുക്ക് തള്ളിക്കളയാനുള്ളതല്ല. പക്ഷെ ഒന്നും ആവശ്യമില്ലാതെ എടുത്ത് വെക്കുകയും ചെയ്യരുത്. നമ്മൾ ആവശ്യമില്ലാതെ കരുതുകയും ആവശ്യമില്ലാതെ കൂട്ടിവെക്കുകയും ആവശ്യമില്ലാതെ ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് എല്ലാം ദോഷമായി മാറുന്നത്. സർവത്തിന്റെയും അധികാരിയായി മനുഷ്യനെ നിർമ്മിച്ച് നിലനിർത്തിയിരിക്കുന്നത് ദൈവമാണ്. ആ മനുഷ്യന് ഉപയോഗിക്കാനുള്ളതാണ് ഈ പ്രകൃതി കാണുന്നതല്ല. പക്ഷേ അതിനെ അറിവിൽ കൂടി നിലനിർത്തി ഉപയോഗിക്കുവാനുള്ള ബുദ്ധിയും മനുഷ്യന് തന്നെ കൊടുത്തിട്ടുണ്ട്. കൃഷി ചെയ്യാനും സൂക്ഷിക്കാനും അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുത്തക്കൊണ്ട് കൊടുക്കുവാനും എല്ലാം ഈശ്വരനാൽ നിയോഗിച്ച കാര്യങ്ങളും നിയമങ്ങളുമാണ്. ഇതെല്ലാം കണ്ടറിഞ്ഞ് അറിവിൽ കൂടി മുന്നോട്ട് ജീവിക്കുന്ന ഒരാളിന് ഇവിടെ നിന്ന് കൊടുക്കുന്ന ഭക്ഷണവും ഒരു പ്രസാദമാണ്. എന്റെ ദൈവത്തിന്റെ കൈകൾ നീട്ടി വാങ്ങിക്കുന്ന ധനം കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നതെന്നൊരു ചിന്ത മതി. അത് അവർക്കത് പ്രസാദമായി ഭവിക്കും. പല രോഗങ്ങൾക്കും മരുന്നായി തീരും. പക്ഷെ വിശ്വാസം ഉണ്ടാകണം. വിശ്വാസിക്ക് ആശ്വാസം എന്നും കാണാം. ആശ്വാസത്തിൽ കൂടി ആനന്ദിക്കാം. ഞാനിങ്ങനെ പറഞ്ഞു പോയാൽ ഇനി മണിക്കൂറുകൾ പോയാലും അറിയില്ല. അതുകൊണ്ട് തൽക്കാലം ഇന്ന് നമുക്കിപ്പോൾ ഇപ്പം ഈ ആരാധന ഇവിടെ സമർപ്പിക്കാം. നാളെ വീണ്ടും കയറണം. അത് കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന 6 ദിനങ്ങളിലും കയറണം. ജന്മനക്ഷത്ര ഘോഷയാത്ര വരുമ്പോൾ നിങ്ങളെ കാണണം. അത് കഴിഞ്ഞ് പ്രകാശയാത്ര വരുമ്പോൾ കാണും. ഇതെല്ലാം ഈ ദേഹത്തിൽ ഇരുന്നു കൊണ്ടാണ് നിങ്ങളെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യും. ഇത് സുഖമായിരിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇത് ശാന്തിയായി വാഴുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. ശാന്തിയായി എന്നും വാഴുവാൻ പ്രാർത്ഥിക്കുക. സർവശക്തി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതമായ പൂരം നക്ഷത്രം ആനന്ദോത്സവമായി നിങ്ങൾക്ക് അനുഭവമാകട്ടെ. എന്തെല്ലാം പ്രകൃതിയിൽ ആവശ്യമുണ്ടോ അതെല്ലാം ഈശ്വരൻ നിങ്ങൾക്ക് ദാനം ചെയ്യട്ടെ. നിങ്ങൾക്ക് ഈ കൈകൾ കൊണ്ട് വാരിത്തന്ന ഈ ധനം ദൈവത്തിന്റെ ധനമാണ്. അത് നിങ്ങൾക്ക് അനുഗ്രഹവും ആനന്ദവുമായി ഭവിക്കട്ടെ. ഇതാ മഹാഗോപുരം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഈ ആദർശത്തിന്റെ വളർച്ചയ്ക്കും നിങ്ങൾക്ക് അഭിമാനത്തിന് വേണ്ടിയാണ്. അഭിമാന ഗോപുരമായി ഉയർന്നു വരട്ടെ. ആത്മദീപം ആയിരാരോഗ്യത്തോടെ നിലനിൽക്കട്ടെ. രാജഗോപാലിനെയും കുടുംബത്തെയും സ്ഥപതികളെയും എല്ലാവരെയും ഞാൻ എപ്പോഴും ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ എപ്പോഴും പറയും,
പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ചില ആളുകൾക്ക് ചില ബുദ്ധിമുട്ടുകൾ തോന്നാനും ഇടയുണ്ട്. അതൊന്നും ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല. അത് എൻ്റെ ആവശ്യമാണ്. അതിൻ്റെ മഹത്വം എന്താണ് എന്ന് നിങ്ങൾക്കൊരു സമയത്ത് മനസ്സിലാകും. അപ്പോൾ മനസ്സിലാക്കിയാൽ മതി. എന്തായാലും പ്രാർത്ഥിക്കാൻ സന്മനസ്സുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക. എല്ലാം ഈശ്വരൻ സ്വീകരിക്കുമാറാണ്. എല്ലാ നേർച്ചകളും ഇതാ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു.